വാർത്തകളിലേക്ക്. ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ പരാമർശത്തെ അനാവശ്യമായി വളച്ചൊടിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിയന്തരാവസ്ഥാ കാലത്ത് പോലും CPIM RSSുമായി സഹകരിച്ചിട്ടില്ല. ഒരു മേഖലയിലും CPIMന് RSSുമായി യോജിക്കാനാവില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. RSSുമായുള്ള ബന്ധത്തിൽ കോൺഗ്രസിനെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. RSS ശാഖയ്ക്ക് കാവൽ നിന്നവരാണ് മുൻ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും കോൺഗ്രസ് കോലീബി സഖ്യം പോലെ അവസരവാദപരമായ പല സഖ്യങ്ങളും ഉണ്ടാക്കിയെന്നും അദ്ദേഹം വിമർശിച്ചു. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നു. ബിനോയ്, ഇപ്പോൾ ഈ ഒരു നിശബ്ദ പ്രചാരണ ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ ഒരു വിശദീകരണത്തെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മുതലാണ് അടിയന്തരാവസ്ഥ സമയത്ത്, അതായത് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ നാവിൽ നിന്ന് വന്ന രണ്ട് വാക്കുകളാണ്. അതായത് അടിയന്തരാവസ്ഥ സമയത്ത് ജനസംഘവുമായി വലിയ തരത്തിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ഒരു പരാമർശം അത് പിന്നീട് വലിയ ചർച്ചയായി മാറുകയും കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്ന് രംഗത്തെത്തുകയും ചെയ്തു. അതിന് മറുപടിയായി രാവിലെ CPIM സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകിയിരുന്നെങ്കിൽ പോലും പിന്നീട് ഇന്ന് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ആദ്യം ലഹരി വിരുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച ശേഷം അദ്ദേഹം വളരെ വിപുലമായി ചരിത്രപരമായ കാര്യങ്ങൾ നിരത്തിയും ഒപ്പം ചില പുസ്തകങ്ങൾ വന്ന ഖണ്ഡികൾ നിരത്തിയും ഒക്കെ ആയിരുന്നു അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. പ്രധാനമായും RSSുമായി ഒരിക്കൽ പോലും ഒരു ബന്ധവും അടിയന്തരാവസ്ഥ കാലത്ത് CPIM പുലർത്തിയിട്ടില്ല. അതേസമയം ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അതിനു മുമ്പോ പിൻപോ ഇപ്പോഴോ അത്തരത്തിലൊരു ബന്ധമില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ RSS കൊല ചെയ്യപ്പെട്ടത് CPIMൽ നിന്നാണ്. അത്തരത്തിൽ CPIMുമായി ഒരു തരത്തിൽ പോലും ഒരു ബന്ധം പോലും പുലർത്താത്തതാണ്. എപ്പോഴും CPIMനെ ശത്രുതയോടുകൂടി കാണുന്നവരാണ് RSSകാർ. അവരുമായി ഒരു ബന്ധം ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പറയുന്ന ഈ പരാമർശങ്ങൾ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതിന്. അതിന് അദ്ദേഹം പ്രധാനമായും എടുത്തത് ചില പുസ്തകങ്ങളായിരുന്നു. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ എഴുതിയ ചില പുസ്തകങ്ങളും അതിൽ വന്ന വരികളും ഒക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ബന്ധം, അതായത് പല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസും RSSുമായി ഉണ്ടായിരുന്ന ചില ബന്ധങ്ങളെ എടുത്തു കാണിക്കുന്ന ചില പുസ്തകങ്ങളും ആ പുസ്തകങ്ങളിലെ പരാമർശങ്ങളും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഏകദേശം 20 മിനിറ്റോളം സംസാരിച്ചത്. ഇതിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായും ഉദ്ദേശിച്ചത് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്ന പരാമർശങ്ങളെ പരിപൂർണമായും തള്ളിക്കളയുക എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ അവസാന നിമിഷങ്ങളിൽ ഉയർന്നു വന്ന അല്ലെങ്കിൽ അവസാന ദിവസം ഉയർത്തിയ ഈ വിവാദം അത് വലിയ തരത്തിൽ CPIMന് ദോഷമുണ്ടാക്കുമെന്നൊരു ചിന്ത പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നു. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് അടിയന്തരമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. ലഹരി വിമുക്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചു തുടങ്ങിയെങ്കിലും ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ആ വാർത്താ സമ്മേളനം അവസാനിച്ചതിന് ശേഷം പിന്നീട് ഈ ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം കടന്നത്. അതിൽ വ്യക്തമായി ഒരു മറുപടി ഇന്ന് കോൺഗ്രസ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു തന്നെ പറയാം. കാരണം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്തുമൊക്കെ RSSുമായി ഒളിഞ്ഞും തെളിഞ്ഞും ജനസംഘവുമായി ഒളിഞ്ഞും തെളിഞ്ഞും ജനതാ പാർട്ടിയുമായിട്ടൊക്കെ നടത്തിയിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് അദ്ദേഹം ഓരോ തെളിവുകൾ നിരത്തിയാണ് സംസാരിച്ചത്. കാളിദാസ്. ബിനോയ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു RSSുമായുള്ള ബന്ധം എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ആ ഒരു പ്രസ്താവനയ്ക്കൊരു വിശദീകരണം നൽകുന്നതിനോടൊപ്പം RSSനെ കാര്യമായി വിമർശിക്കുന്ന തരത്തിലും അദ്ദേഹം പ്രസ്താവന ഇറക്കിയിരുന്നു. കാരണം ഈ ഒരു മറുപടിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിവാദം ഭാരതാംബ വിവാദം കൂടിയാണ്. തീർച്ചയായിട്ടും, അതായത് ഭാരതാംബ വിവാദം വലിയ തരത്തിൽ അദ്ദേഹം അതിനെതിരെ പറഞ്ഞു. അതായത് രാജ്ഭവൻ ഒരിക്കൽ പോലും RSSന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഒരു സങ്കേതമായി ഒരിക്കൽ പോലും രാജ്ഭവൻ ആക്കരുത്. അത് ശരിയായ നിലപാടല്ല. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വന്നവരാണ് RSS. ഒപ്പം മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ പിശകുകൾ, അതായത് ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃഷിമന്ത്രി എടുത്ത നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. എന്തായാലും സർക്കാരിന്റെ നിലപാടും രാജ്ഭവന് ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അത് അംഗീകരിക്കേണ്ടതാണ്. കാരണം ചില സർക്കാർ പരിപാടികളിൽ നിന്നും ഭാരതാംബയുടെ ചിത്രം മാറ്റുന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തത് അത് ശരിയായ നിലപാടാണ്. അതിൽ ഗവർണർ എടുത്ത നിലപാടിനെ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇന്ന് RSSുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതലായി ചർച്ച അദ്ദേഹം
പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിന്ന പത്രസമ്മേളനത്തിൽ അധികം സമയവും മാധ്യമ പ്രവർത്തകരുമായി പങ്കുവച്ചത് RSS ബന്ധവും ഒപ്പം രാജ്ഭവനിലെ RSS പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയായി മുന്നോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തടയിടൽ കൂടിയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടും ചില ചരിത്ര രേഖകൾ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളൊക്കെ തന്നെ അദ്ദേഹം എടുത്തു വെച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. കാളിദാസ്. ശരി ബിനോയ്, കോൺഗ്രസിനുമേലുള്ള കടന്നാക്രമണവും MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയിന്മേലുള്ള വിശദീകരണവും RSSനെതിരെയുള്ള വിമർശനവും ഒക്കെ ആയിരുന്നു ഇന്ന് പ്രധാനമായും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.